ഹലോ ഗായ്സ്. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ദൂരെ യാത്ര പോവാം. ദൂരം എന്ന് പറഞ്ഞാൽ നിസ്സാരം ദൂരമൊന്നുമല്ല കേട്ടോ. നല്ല അത്യാവശ്യം ഒരു നല്ല ദൂരമുണ്ട്. ഒരു 7-7.5 മണിക്കൂർ ഡ്രൈവുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മളിന്ന് പോകുന്നത്. വേറെ എങ്ങുമല്ല, റെവൽസ്റ്റോക്ക് എന്ന് പറയും. അത് BCയിലാണ്. ശരിക്കും ഞങ്ങളിവിടെ കാൽഗറി എന്ന് പറയുന്നത് ആൽബർട്ട സ്റ്റേറ്റാണ്. BC എന്ന് പറയുന്നത് വേറൊരു സ്റ്റേറ്റാണ്, ബ്രിട്ടീഷ് കൊളംബിയ. അപ്പോൾ അവിടേക്ക് ഏകദേശം 7.5 മണി, അതായത് നമ്മുടെ നാട്ടിൽ പാലക്കാട് നിന്ന് ഏകദേശം ഒരു ബാംഗ്ലൂർ വരെ പോകുന്ന ഒരു ദൂരമുണ്ട്. ഞാനത് അടിച്ചു നോക്കിയപ്പോഴവിടെ ഏകദേശം മനസ്സിലായി. അതായത് ഒരു കിലോമീറ്റർ വെച്ച് നമുക്ക് നോക്കുവാണെങ്കിൽ 700 കിലോമീറ്റർ ഏകദേശം ഉണ്ട്. കറക്റ്റ് 700 ഇല്ല, ജസ്റ്റ് കുറവ് താഴെയാണ്. എന്നാൽ പോലും ഏകദേശം അത്രയുണ്ട്. പക്ഷേ ഇവിടെ കുറച്ചുകൂടിയും റോഡുകൾ നമുക്ക് ബെറ്റർ ആയതുകൊണ്ട് അതെന്ന് പറയുന്നത് ഒരു 7-7.5 മണിക്കൂറിൽ നമുക്ക് തീരും. നാട്ടിലാണെങ്കിൽ കുറച്ചുകൂടി സമയം എടുക്കുമായിരിക്കും. എന്നാലും ഏകദേശം അതാണ് ഒരു എയർ ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ ഒരു കിലോമീറ്റർ കണക്ക് നോക്കുവാണെങ്കിൽ നമ്മൾ പാലക്കാട് നിന്ന് ബാംഗ്ലൂർ പോകുന്ന ദൂരമുണ്ട്. സാധാരണ രീതിയിൽ നമ്മളിങ്ങനെ ലോങ് ട്രിപ്പ് പോകുന്ന ദിവസങ്ങളൊക്കെയും എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഡേയ്സിലായിരിക്കും നമ്മൾ പോകുന്നത്. ആരുടെയെങ്കിലും ബർത്ത്ഡേയ്സോ അല്ലെങ്കിൽ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി അങ്ങനെ എന്തെങ്കിലും പരിപാടികൾ ദിവസങ്ങൾ വരുമ്പോഴാണ് നമ്മൾ സാധാരണ അത്രയും ലോങ് ട്രിപ്പ് പോകുന്നത്. അതായത് ഒരു 1 ഫുൾ ഡേ നമ്മൾ എല്ലാവരും കൂടി ഒന്നിച്ച് സ്പെൻഡ് ചെയ്യുക, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇതുവരെ അങ്ങനെ ബർത്ത്ഡേയ്സോ അല്ലെങ്കിൽ ആനിവേഴ്സറീസോ ഒക്കെ ആണെങ്കിലും നമ്മളങ്ങനെ ഒരുപാട് സെലിബ്രേഷൻസ് ചെയ്തില്ല. ഒരു മേ ബി മൈൽ സ്റ്റോൺസ് ഒക്കെ വരുമ്പോൾ 1-ാമത്തെ 5-ാമത്തെ 10-ാമത്തെ അങ്ങനെയൊക്കെ വരുന്ന ചില ദിവസങ്ങളിൽ അല്ലെങ്കിൽ ചില ആ ഡേയ്സ് മാത്രം നമ്മൾ കുറച്ച് ക്ലോസ് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒന്നിച്ച് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടെന്നല്ലാതെ നമ്മളല്ലാതെ ഒരുപാട് സെലിബ്രേഷൻസ് നടത്തിയിട്ടില്ല. ആഡമിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഞങ്ങളുടെ ആണെങ്കിലും 5th ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നും ശരിക്കും പറഞ്ഞാൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ അതിനേക്കാളുപരി നമ്മളെല്ലാവരും ഒന്നിച്ച് അവന്മാർക്കും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം അവർ കൂടുതൽ എൻജോയ് ചെയ്യുന്ന വെറുതെ വിടുവാണെങ്കിൽ അത്രയും ഇഷ്ടമാണ് അവർക്ക്. അപ്പം ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിനേക്കാളും കൂടുതൽ അവർക്കതൊരു എൻജോയ് ചെയ്യുന്നൊരു ടൈം നമുക്ക് കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ മെയിൻലി ഉദ്ദേശിക്കുന്നത്. പാർട്ടീസും പരിപാടികളും നമ്മൾ ആലോചിക്കാത്തതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരതൊരിക്കലും എൻജോയ് ചെയ്യുന്നൊരു കാര്യമല്ല. അല്ലാതെ നമ്മൾ അവരുടെ ഒരു ഫ്രണ്ട്സ്, ഒരു കിഡ്സ്, ഒരു ഗ്യാങ് നമ്മൾ അങ്ങനെ അറേഞ്ച് ചെയ്യുവാണെങ്കിൽ മേ ബി അവർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. പക്ഷേ അങ്ങനെ ഒരു എന്താ പറയുന്നത്, ഒരു എൻവയോൺമെൻറ്റ് ഇതുവരെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് അത്രയും അവരുടെ ഏജ് ഗ്രൂപ്പുള്ളൊരു ഫ്രണ്ട്സ് എന്ന് പറയുന്നത് നമുക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഞങ്ങൾ എന്തെങ്കിലും അങ്ങനെ ഒരു സ്പെഷ്യൽ ഡേയ്സ് വരുമ്പോൾ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്യുന്നത് ഓക്കെ എവിടെയെങ്കിലും പോകാം, അവർക്കും കൂടി ഇഷ്ടപ്പെടുക ഏതെങ്കിലും ഒരു സ്ഥലങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യും. അങ്ങനെ പ്ലാൻ ചെയ്തൊരു സ്ഥലമായിരുന്നു കേട്ടോ ഇതെന്ന് പറയുന്നത്. ഒരുപാട് പേര് റിവ്യൂസും ഒരുപാട് കിഡ്സ് ഫ്രണ്ട്ലി അല്ലെങ്കിൽ ഫാമിലി ഫ്രണ്ട്ലി ആണെന്ന് പറഞ്ഞേക്കുന്ന ഒരു സ്ഥലമായിരുന്നു. ഒരുപാട് നാളായിട്ട് നമ്മൾ പോകണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ ഏബിലും കൂടെ കുറച്ചുകൂടി ഒന്ന് ആയിട്ട് അവനും കൂടെ ഒന്ന് നടന്ന് എല്ലാം കണ്ട് ഇഷ്ടപ്പെടാൻ പറ്റുന്നൊരു രീതിയിലായിട്ട് നമ്മൾ പോകാമെന്നുള്ളതായിരുന്നു പ്ലാൻ. അപ്പം നമ്മൾ ഇന്ന് പോകുന്ന ദിവസങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് ശരിക്കും ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് കുറേ കഴിഞ്ഞിട്ടാണ്. നമ്മളിത് ശരിക്കും പോയത് മെയ്യിലായിരുന്നു. മെയ് 20th and 21st ആയിരുന്നു നമ്മൾ ശരിക്കും പോയത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മെയ് 21st എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. മെയ് 20th ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ 7 വർഷത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ആ ഒരു ഹാപ്പിനെസ്സും നമ്മൾ ചെറിയൊരു കേക്ക് കട്ടിങ് ചെയ്തു വീട്ടിൽ. ഞങ്ങൾ 4 പേരും കൂടി ഒന്നിച്ച് നൈറ്റ് ജസ്റ്റ് ഒരു കേക്ക് ഞാൻ ബേക്ക് ചെയ്തു, ഞങ്ങളത് കട്ട് ചെയ്തു. നെക്സ്റ്റ് ഡേ ആണ് ഞങ്ങൾ പോകുന്നത്. 19th ആണ് ആക്ച്വലി ഞങ്ങൾ കേക്ക് കട്ടിങ് ചെയ്തത്. സോ 20th ആണ് നമ്മളിത് പോകുന്നത്. അപ്പോൾ 20th and 21st എല്ലാം കൂടെ ഒന്നിച്ചാണ് നമ്മൾ ആ ഒരു കുട്ടി സെലിബ്രേഷൻ എല്ലാം നടത്തിയത്. അങ്ങനെ ഞങ്ങൾ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങി. കാരണം ഇവിടെയും BC നമുക്ക് ടൈം ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ അവിടുത്തെ ഏകദേശം ഒരു 12 മണിയോടുകൂടി നമ്മളവിടെ എത്തുന്നുണ്ട്. ഇത് 11 മണിക്കാണ് ഓപ്പൺ ചെയ്യുന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. നമ്മൾ ഏകദേശം ഒരു 12 മണിയോടുകൂടി അവിടെ എത്തി. അപ്പോൾ എല്ലാവരും പറഞ്ഞൊരു റിവ്യൂസ് അല്ലെങ്കിൽ ഒരു ഫീഡ്ബാക്ക് വെച്ചിട്ട് നമുക്കൊരു 2 to 3 hours അല്ലെങ്കിൽ മാക്സിമം 4 hours എന്ന് പറയുന്നത് ഒരു ബോറടിയും ഇല്ലാതെ നടന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന, അത്യാവശ്യത്തിന് നന്നായിട്ട് കാണാനും ഉള്ളൊരു ഒരു സ്പേസാണത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഏകദേശം അതനുസരിച്ച് പ്ലാൻ ചെയ്തിട്ടാണെങ്കിൽ ഇത്രയും ലോങ് ഡ്രൈവാണ്. ആൻഡ് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് എന്തായാലും പോകാൻ പറ്റില്ല. കാരണം അവർക്കിടയ്ക്കൊരു ബ്രേക്ക് കൊടുക്കണം, ഡ്രൈവ് ചെയ്യുന്ന ആൾക്കൊരു ബ്രേക്ക് കൊടുക്കണം. ഞങ്ങൾ മാറി മാറിയാണ് ഡ്രൈവ് ചെയ്തത്. എന്നാൽ പോലും ഒരുപാട് ലോങ് ഡ്രൈവ് പോകുമ്പോഴെന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം ബ്രേക്ക് എടുത്ത് പോവുകയാണെങ്കിൽ അത്രയും നമുക്ക് സ്ട്രെസ് ഇല്ലാണ്ട് സ്ട്രെയിൻ ചെയ്യാതെ ഒരു റിലാക്സ് മോഡായിട്ട് പോകാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ഒരു 2 hours എൻ്റെ ഓർമ്മയിൽ നമ്മൾ നിർത്തിയിട്ടുണ്ട്. ആ ബ്രേക്ക് എന്ന് പറയുന്നത് ഏബലിൻ്റെ ഡയപ്പർ മാറ്റാൻ, അല്ലെങ്കിൽ അവർക്ക് സ്നാക്സ് കൊടുക്കാനായിട്ടും ഡ്രിങ്ക്സ് കൊടുക്കാനായിട്ടും വാഷ്റൂം യൂസ് ചെയ്യാനായിട്ടും. അപ്പോൾ നമുക്ക് കാണുന്ന ഏതെങ്കിലുമൊക്കെ സ്റ്റോപ്സ് വരുന്നത് നമുക്ക് നോക്കി അതനുസരിച്ച് പ്ലാൻ ചെയ്ത് നമ്മൾ അങ്ങനെ നിർത്തിയിട്ടുണ്ട്.
ഓൺ ദ വേ ആണെങ്കിലും നമ്മൾ ഈ ബ്രേക്സ് ഇടയ്ക്ക് ചില സമയത്ത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം അവർ അതിൻ്റെ ഇടയ്ക്ക് നന്നായിട്ട് കിടന്ന് ഉറങ്ങിയിരുന്നു. ഒരുപാട് രാവിലെ നമ്മൾ എഴുന്നേറ്റത് കൊണ്ടും അത്രയും ലോങ് ഡ്രൈവ് ആയതുകൊണ്ടും പിന്നെ മൊത്തത്തിൽ വണ്ടിയിൽ പോകുമ്പോൾ പിള്ളേർക്ക് മൊത്തത്തിലൊരു ഉറക്കം ഒരു സുഖമാണ്. അപ്പോൾ അതുകൊണ്ട് അവർ നന്നായിട്ട് ഉറങ്ങിയിരുന്നു. അങ്ങനെ ഉറങ്ങിയിരുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക് നിർത്തിയിട്ടില്ല, കണ്ടിന്യൂസ്ലി ഡ്രൈവ് ചെയ്തിട്ടിരിക്കുമായിരുന്നു. അതല്ലാതെ അവർക്കൊരു ബ്രേക്ക് വേണം അല്ലെങ്കിൽ ഓടിക്കുന്നതിന് നമുക്കൊരു ബ്രേക്ക് വേണമെന്ന് തോന്നുമ്പോൾ മാത്രമേ നമ്മൾ നിർത്തിയിട്ടുള്ളൂ. ബട്ട് എനിവേസ് നമ്മൾ അവിടുത്തെ ഒരു 12 മണിയോടുകൂടി എത്തി. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കാനുണ്ട്. ടിക്കറ്റ് എടുത്ത് നമ്മൾ നേരെ ഉള്ളിലേക്ക് കയറുന്നു. ഇവിടെ വേറൊരിതെന്ന് പറയുന്നത് എബവ് 10 ഇയേഴ്സ് ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എബവ് 10 ഇയേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ പിള്ളേർക്ക് കുറച്ചുകൂടി അഡ്വഞ്ചറൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയയും കൂടിയുണ്ട്. പക്ഷേ നമുക്ക് ഇവർ രണ്ടുപേരും ചെറുതായതുകൊണ്ട് ആ ഏരിയയിലേക്ക് നമുക്ക് അഡ്മിഷൻ എടുത്തില്ല. അഡൾട്ട്സിന് അതില്ല, ശരിക്കും കിഡ്സാണ്. ബിലോ 17 ആൻഡ് എബവ് 10 ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എനിവേസ് അതവിടെ ഉണ്ട്. നമ്മൾ അതിനകത്തേക്ക് പോകാൻ പറ്റില്ല, അല്ലാതെയുള്ള സെക്ഷനിലേക്കാണ് നമ്മൾ പോയത്. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒരുപാട് നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ കാര്യങ്ങൾ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരിക്കും ഇത് ഒരു ഫോറസ്റ്റാണ്, അതിൻ്റെ ഉള്ളിലാണ് ഇവരിതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കിഡ്സിനാണ് എന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ അഡൾട്ട്സിനാണെങ്കിൽ പോലും കാണുമ്പോൾ ഭയങ്കര കൗതുകം തോന്നുന്ന ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ അവിടെ കാണുമ്പോൾ നമുക്ക് അയ്യോ ഇതൊക്കെ എങ്ങനെ നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ കാർട്ടൂൺ തീമുകളാണ് അവർ ആക്ച്വലി അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പകുതി നടന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാനിത് ആദ്യമേ തൊട്ട് എല്ലാം കാണുന്നുണ്ട്, ഓ ഇതെവിടെയോ കണ്ടിട്ടുണ്ട്, ഇതെവിടെയോ വായിച്ചിട്ടുണ്ട്, അങ്ങനെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഓ ഇത് നല്ല കിളിയല്ലേ, ഇതല്ലേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നെങ്കിലും ഒരു പകുതിയോളം നടന്നു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ തലയിലെ ട്യൂബ് കത്തിയത്. ഓ ഇതൊക്കെ ഓരോ കാർട്ടൂണിലെ ഓരോ സീനുകളാണ്. ഇപ്പം നമ്മൾ ഏറ്റവും എനിക്ക് ഓർമ്മ നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ പണ്ട് പഠിച്ചേക്കുന്ന ആമയുടെയും മുയലിൻ്റെയും കഥ. അപ്പോൾ അതിനകത്ത് ഞാനതിനെ ഈ വീഡിയോയിൽ പറയുന്നുമുണ്ട്. ശരിക്കും ആ സ്റ്റേഷൻ എത്തിക്കഴിഞ്ഞപ്പോൾ അതിനകത്ത് ആ ആമയുടെയും മുയലിൻ്റെയും ആ ഒരു ഫൈനലിൽ എത്തുന്ന ആ ഒരു സീൻ അതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ആമ ആദ്യം എത്തുന്ന, മുയൽ പിന്നീട് ഓടി ഇങ്ങനെ വരുന്ന രീതിയിൽ അവരത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സ്ട്രക്ചറും ഇതൊക്കെ കണ്ടപ്പോൾ അതിൻ്റെ അടുത്താണെങ്കിൽ ഫിനിഷ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ഫിനിഷ് ഇത് കഴിഞ്ഞോ, ഇനി ഉണ്ടല്ലോ ഒരുപാട്, ഇതെന്ത് ഇവിടെ തീർന്നു എന്ന് എഴുതി വെച്ച് പിന്നെയാണ് എൻ്റെ തലയിൽ കത്തിയത് ഇത് അതിൻ്റെ ആ ഒരു തീമിന് വേണ്ടിയിട്ടുള്ള ഫിനിഷ് ആ ഒരു സൈൻ ബോർഡ് അവിടെ വെച്ചിരുന്നതാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് എല്ലാത്തിൻ്റെയും കഥകൾ എന്താണ് എന്നൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയാനും പാടില്ല. കാരണം ഇതിനകത്ത് പകുതി മുക്കാലും സംഭവങ്ങൾ എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. സ്ഥിരം അങ്ങനെ കാർട്ടൂൺസോ ഇതൊന്നും നമ്മൾ കാണുന്ന അല്ലെങ്കിൽ ആഡം ഏബിൽ ഇവിടെ കാണുന്ന ആ ഒരു എന്താ പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് കാർട്ടൂൺസോ അങ്ങനത്തെ സ്റ്റോറീസോ ഒന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മേ ബി ബുക്സൊക്കെ കുറച്ചുകൂടി വായിക്കുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ മേ ബി കുറച്ചുകൂടി അതിന് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. എനിക്ക് അത്രയും ബുദ്ധിയും അത്രയും ഒരു ഇൻട്രസ്റ്റും ഇല്ലാത്തൊരു കാര്യമായതുകൊണ്ട് എനിക്ക് അങ്ങനെ അതിനെ ഒന്നും റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ കണ്ട് അതിനെ എൻജോയ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര രസമുള്ളൊരു കാര്യമായിരുന്നു. പിള്ളേർക്കാണെങ്കിലും നമ്മളെക്കാളും കൂടുതൽ കുറച്ചിങ്ങനെ ചെറിയ ചെറിയ വാട്ടർഫോൾസ് അല്ലെങ്കിൽ ചെറിയ പൈപ്പിൽ നിന്നൊക്കെയും വെള്ളം ഇങ്ങനെ അവർ റൺ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയും അവർക്ക് കളിക്കാമെന്ന് പറയുന്നത് വല്ല ആദത്തിനാണെങ്കിൽ വെള്ളം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും വേണ്ട, 2 പേർക്കും വെള്ളം എന്ന് പറഞ്ഞാൽ ഭ്രാന്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കുട്ടി കുട്ടി കാര്യങ്ങൾ, പിന്നെ നമ്മൾ ചെളിയിൽ തൊടരുത്, വെള്ളത്തിൽ തൊടരുത്, അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അത്ര വലിയ സുഖമുള്ള കാര്യമല്ല. കാരണം അങ്ങനെയുള്ള സ്പേസാണ് അവർക്കതിന് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്നത്. മാക്സിമം അവർക്ക് എൻജോയ് ചെയ്യുക, അവർ മാക്സിമം ചെളിയിലാണെങ്കിലും മണ്ണിലാണെങ്കിലും വെള്ളത്തിലാണെങ്കിലും കളിക്കുക, പുല്ലിൽ കിടന്ന് ഉരുളുക, അങ്ങനെ വേണ്ടിയിട്ടാണ് അവരത് സെറ്റ് ചെയ്യുക. പിന്നെ ചെറിയ ചെറിയ ഹട്ട്സ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്, മറ്റേ ട്രീ ഹൗസ് അല്ലെങ്കിൽ കുട്ടി കുട്ടി ഹട്ടുകളൊക്കെ. അതൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക് കയറാം. അതിൻ്റെ ഉള്ളിൽ ചെറിയ ബെഡ്, ചെറിയ ബെഞ്ച്, അല്ലെങ്കിൽ ഒരു ചെറിയ ഡൈനിങ് ടേബിൾ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര ക്യൂട്ടായിരുന്നു. നമുക്കത് കാണുമ്പോൾ തോന്നും ഇതൊക്കെ ചെയ്യാനുള്ള ചെയ്ത ആൾക്കാരുടെ ഒരു ക്രിയേറ്റിവിറ്റി, അല്ലെങ്കിൽ അത് അത്രയും ചെയ്ത ആ ഒരു അവരുടെ ഒരു എന്താ പറയുന്ന അത്രയും തിങ്ക് ചെയ്ത് കുട്ടികൾക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്ന രീതിയിൽ അത്രയും കളർഫുള്ളായിട്ട്, അതൊക്കെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമായിരുന്നു.
ഇതെന്ന് പറയുന്നത് ഒരു ബോട്ടിൻ്റെ സ്ട്രക്ചർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഒരു സെയിലിംഗ് ബോട്ടിൻ്റെ അങ്ങേ പൊക്കത്തേക്ക് നമുക്ക് കയറി പോവാം. ആക്ച്വലി എനിക്ക് കുറച്ച് പേടി ഉണ്ടായിരുന്നു കയറി കഴിഞ്ഞപ്പോൾ. എന്നാലും പക്ഷേ അവർ നല്ല കൂളായിട്ട് കയറി. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഒരു സൈഡ് പിടിച്ച് കയറുന്നത് ആരും കാണുന്നില്ല. പക്ഷേ അവർക്ക് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല രസമുണ്ടായിരുന്നു അതിൻ്റെ പുറത്തുനിന്നൊരു വ്യൂ കാണാനായിട്ട്. ഈ ഫോറസ്റ്റിൻ്റെ ഒരു ഏകദേശം ഒരു ഹാഫ് വ്യൂ നമുക്ക് അതിൻ്റെ പുറത്തുനിന്ന് ശരിക്കും കാണാം. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നടക്കണതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ട് ലൈറ്റായിട്ടൊന്ന് മഴ പൊടിഞ്ഞ കാരണം ചെറുതായിട്ടൊരു ഇത്തിരി സ്ലിപ്പറി ആയിരുന്നു. പക്ഷേ എന്നാലും അങ്ങനെ നമ്മൾ വീണാലും വേറെ ഒന്നും പറ്റുന്ന ടൈപ്പ് ഒരു അത്രയും ഒരുപാട് ഹൈറ്റൊന്നും ഇല്ല അതിന്. വീണാലും അവിടെ തന്നെ സൈഡിൽ എവിടെയെങ്കിലേക്കൊന്ന് തെന്നി ഇതാവുകയുള്ളൂ. അല്ലാതെ നമുക്ക് വേറെ ഇഞ്ചുറി ഒന്നും വരാനുള്ള ഒരു വീഴ്ചയൊന്നും വീഴാനുള്ള സ്ഥലമില്ല. എനിവേസ് അങ്ങനെയാണ് അവിടുന്ന് ഇതുപോലെ കുട്ടി കുട്ടി കുഞ്ഞ് ഓരോ സ്ട്രക്ചറുകൾ ഇതൊക്കെ കണ്ടാണ് നമ്മൾ നടക്കുന്നത്. അപ്പോൾ ഇതുവരെ പോകാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡ്രൈവ് ഒരു പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. സ്പെഷ്യലി ഈവൻ കിഡ്സ് ഇല്ലെങ്കിൽ പോലും അഡൾട്ട്സിനാണെങ്കിൽ അങ്ങനത്തെ കുട്ടി കുട്ടി സ്ട്രക്ചറുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഓരോ എന്താ പറയുന്നത് തീം ഒക്കെ സെറ്റ് ചെയ്ത് ഇതാണെങ്കിൽ ഒരു ജയിലായിരുന്നു. താഴെ ശരിക്കും നമ്മുടെ പണ്ടത്തെ ടൈപ്പ് ജയിലുകൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതിൻ്റെ ഉള്ളിലാണെങ്കിൽ ഓരോ തീമുകളുണ്ട്. ഓരോരുത്തരെ പിടിച്ച് അതിനകത്ത് ഇട്ടേക്കുന്ന രീതിയിൽ അവർ സ്ട്രക്ചർ ഓരോന്ന് ഉണ്ടാക്കി അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര നമുക്ക് ശരിക്കും തോന്നും ഒറിജിനാലിറ്റി എന്നതിനേക്കാൾ ഉപരി അതിൻ്റെ ആ ക്രിയേറ്റിവിറ്റിയാണ് ഭയങ്കര രസമായിരുന്നത്. നമുക്കാണെങ്കിൽ അവിടെ കയറി നിന്ന് നോക്കിയൊക്കെ ചെയ്യാം കേട്ടോ. ആ സെല്ലിൻ്റെ സൈഡ് അതൊക്കെ നല്ല രസമായിരുന്നു. ശരിക്കും അതിൻ്റെ ആ ഒരു ഇരുട്ടും ലൈറ്റും എല്ലാം അവർ അതിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ അങ്ങനെയുള്ള കുട്ടി കുട്ടി കാര്യങ്ങളായിരുന്നു ഇവിടെ എല്ലാം നമുക്ക് കാണാനുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് പൊക്കത്തേക്കൊക്കെ കയറാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അങ്ങനെയായിരുന്നു മൊത്തം. നമ്മുടെ ഫസ്റ്റ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഇതായിരുന്നു. നമ്മൾ ഇത് മാത്രമല്ല പോയി. ആക്ച്വലി നെക്സ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഇതിനടുത്ത് തന്നെയുള്ള ചെറിയൊരു ഹൈക്കിംഗ് ഒരു ഫോറസ്റ്റിനാണ് നമ്മൾ പോയത്. അപ്പോൾ ആ ഹൈക്കിങ്ങിൻ്റെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഞാൻ ഒരുപാട് പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ഇങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കിഡ്സിനും ഇഷ്ടപ്പെടുന്നത് എന്തായാലും ഇഷ്ടപ്പെടുന്നത് എന്ന് ഞാൻ ചോദിക്കുന്നില്ല. എന്തായാലും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് പിള്ളേർക്ക്. അപ്പോൾ എന്തായാലും പോകണം. ഒരു മസ്റ്റ് പ്ലേസാണ് റവൽസ്റ്റോക്കിൽ. ഇതിൻ്റെ പേര് ഞാൻ ഇതുവരെ പറഞ്ഞില്ല തോന്നുന്നു. എൻചാൻറ്റഡ് ഫോറസ്റ്റ് എന്നാണ്. എൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണെന്ന് എനിക്കറിയില്ല. ബട്ട് എനിവേസ് അതാണ് ഞാൻ ഇതിൻ്റെ പേര്. എന്തായാലും തംബ്നെയിൽസ് ഇതിൽ കാണാം. അപ്പോൾ പോവാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും പോവേണ്ട മസ്റ്റ് വിസിറ്റ് പ്ലേസാണ്. ഇച്ചിരി കൂടുതൽ ചൂടുള്ള സമയത്ത് ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടും വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസ് എന്ന് പറയാം. കാരണം ഇതിൻ്റെ ഉള്ളിൽ അത്രയും നമുക്ക് കാം ആൻഡ് ക്വയറ്റ് ഒരു ഭയങ്കര എന്താ പറയുന്ന പീസ്ഫുൾ എൻവറോൺമെൻറ്റാണ് ശരിക്കും നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുമ്പോൾ. നമ്മൾ ശരിക്കും ലൈറ്റ് ജാക്കറ്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ പുറത്തുനിന്ന് ഭയങ്കര ചൂടിനാണ് നമ്മൾ കയറി വന്നത്. പെട്ടെന്ന് അതിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് പെട്ടെന്ന് തണുപ്പ് പോലെ ഫീൽ ചെയ്തു. പക്ഷേ എന്നാലും ജാക്കറ്റ് ഇട്ട് നമ്മൾ അടച്ച് മൂടി നടക്കാനുള്ള ഒരു തണുപ്പില്ല. ഒരു ലൈറ്റ് ജാക്കറ്റ് ചെറിയൊരു ചൂടുണ്ടെങ്കിൽ നല്ലത് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് എല്ലാവരും ഒരു ലൈറ്റ് ജാക്കറ്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറിയതായിട്ടൊന്നും മഴയും കൂടി പൊടിഞ്ഞതുകൊണ്ട് നമുക്ക് മൊത്തത്തിൽ നമ്മൾ ജാക്കറ്റ് അങ്ങനെ ഇട്ട് നടന്നു. പക്ഷെ അതിനുള്ള തണുപ്പോ ഇതൊന്നുമില്ല. എന്നാലും ഒരു ലൈറ്റ് സ്വെറ്ററോ ജാക്കറ്റോ എന്തെങ്കിലും എടുക്കുവാണെങ്കിൽ നല്ലതാണ്. ജസ്റ്റ് ഒരു ബാക്കപ്പ് പ്ലാൻ പോലെ. പിന്നെ കൊതുകൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ നല്ല നമുക്ക് നടക്കാൻ പറ്റിയ ഒരു എൻവറോൺമെൻ്റ് ആയിരുന്നു. കൊതുകോ അല്ലെങ്കിൽ അങ്ങനെ വേറൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. നമ്മൾ ബഗ് സ്പ്രേ കരുതിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്തായാലും പോയി വിസിറ്റ് ചെയ്യുക. മസ്റ്റ് വിസിറ്റാണ്. ഇനി റവൽസ്റ്റോക്കിനകത്ത് ഈ ഒരു എൻചാൻറ്റഡ് ഫോറസ്റ്റ് മാത്രമല്ല, ശരിക്കും അഡൾട്ട്സിനും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് അഡ്വെഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. രണ്ടെണ്ണം മെയിൻലി എൻ്റെ ഓരോ ഓർമ്മയിൽ നിൽക്കുന്നത് കിക്കിംഗ് ഹോഴ്സ് റിവർ എന്ന് പറഞ്ഞ ഒരു റാഫ്റ്റിംഗ് ചെയ്യാൻ പറ്റുന്നത് ഒരെണ്ണമുണ്ട്. പിന്നെ വേറെ ഒരെണ്ണം എന്ന് പറയുന്നത് ഗ്രീൻ റിവർ റാഫ്റ്റിംഗ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് രണ്ടുമാണ് റാഫ്റ്റിങ്ങിൻ്റെ ലൊക്കേഷൻസ് മെയിൻലി ഞാൻ ഓർക്കുന്നത്. പിന്നെ അത് കൂടാണ്ട് ചെറിയ ചെറിയ കുട്ടി ഹൈക്കുകളുണ്ട്, ചെറിയ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന ട്രെയിൽസ് ഉണ്ട്. ഇതൊക്കെ ഒരുപാട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന, അതായത് കിഡ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹൈക്കുകളും ഉണ്ട്. അതല്ലാതെ അഡൾട്ട്സ് മാത്രമായിട്ട് കപ്പിൾസൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ട്. ഒരുപാട് നല്ല ഡെസ്റ്റിനേഷൻസ് ഇത് ഓൺ ദ വേ നമുക്കുണ്ട്. അതായത് ഇപ്പം നമ്മൾ കാൽഗറിയിൽ നിന്ന് പോകുമ്പോഴാണെങ്കിൽ മെയിൻലി വരുന്ന ഒരു ഡെസ്റ്റിനേഷൻ നമ്മളിടയ്ക്ക് നിർത്തിയിരുന്നെന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഇടയ്ക്ക് വരുന്നൊരു സ്റ്റോപ്പ് എന്ന് പറയുന്നത്
ഗോൾഡൻ ആയിരുന്നു. ഗോൾഡൻ ആക്ച്വലി നമ്മൾ പാസ് ചെയ്തിട്ടാണ് റെവൽസ്റ്റോക്ക് പോകുന്നത്. സോ ഗോൾഡൻ എന്ന് പറയുന്നത് ചെറിയൊരു സിറ്റിയാണ്. അവിടെ ഒരുപാട് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ഒരുപാട് തിരക്കുള്ള ഒരു ടൗൺ എന്നാണ് വേണമെങ്കിൽ പറയാം നമുക്ക്. അതും ഈ പറഞ്ഞോണം കുറച്ച് എന്താ പറയുന്നത്, പേടിയൊന്നുമില്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിലാണ് കൂടുതൽ നല്ലത്. ഗോൾഡൻ ബ്രിഡ്ജ് അത് ഭയങ്കര ഒരു എന്താ പറയുന്നത്, വൺ ഓഫ് ദ അഡ്വെഞ്ചറസ് ആക്ടിവിറ്റീസിൽ വരുന്നതാണ് ഗോൾഡൻ സ്കൈ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഞങ്ങളൊരിക്കൽ പോയേക്കുന്നതാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ പേടി കാരണം ഞാനത് കടന്നില്ല. പക്ഷേ എന്തായാലും ഒരിക്കൽ അത് പോകും. അപ്പോൾ അങ്ങനെ വേറെ ഒരുപാട് ആക്ടിവിറ്റീസ് ഈ ഓൺ ദ വേ നമ്മൾ വേറെ ചെയ്യാൻ പറ്റുന്നതുണ്ട്. സോ റെവൽസ്റ്റോക്ക് എന്ന് പറയുന്നത് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് എനിക്ക് തോന്നുന്നു ഗോൾഡനിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 1.5 hours വീണ്ടും പോകുമ്പോഴാണ് നമുക്ക് റെവൽസ്റ്റോക്ക് വരുന്നത്. പക്ഷേ ഇത് കിഡ്സ് ഫ്രണ്ട്ലി അല്ലെങ്കിൽ ഫാമിലി ഫ്രണ്ട്ലി അല്ലാതെ ഒരുപാട് വേറെ ആക്ടിവിറ്റീസ് ഉണ്ടെന്നുള്ളതാണ് ഞാനിപ്പോൾ ജസ്റ്റ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു പ്ലാൻ, ഒരു ട്രിപ്പ് നിങ്ങൾ ആലോചിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ എന്തായാലും പ്ലാൻ ചെയ്യേണ്ട ഒരു സൈഡാണ് ഗോൾഡൻ BC. ആ സൈഡ് എന്ന് പറയുന്നത് ഒരുപാട് നല്ല ആക്ടിവിറ്റീസും ഒരുപാട് നല്ല മെമ്മറീസും തരുന്ന നല്ല സ്ഥലങ്ങളാണ്. പിന്നെ ഇവിടത്തേക്കാളും കുറച്ചുകൂടി നല്ലൊരു ക്ലൈമറ്റാണ് എപ്പോഴും. ഇവിടെ ഒരുപാട് ചൂടാണെങ്കിലും അത്രയും ചൂട് BCയിൽ നമുക്ക് ഉണ്ടെങ്കിൽ പോലും ആ ഒരു എന്താ പറയുന്നത്, അത് അത്രയും ഫീൽ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. 1-2 പ്രാവശ്യം പോയിട്ടുണ്ട് BC. അപ്പോൾ കുറച്ചുകൂടി ഇവിടത്തേക്കാളും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ ഞങ്ങൾ ഒരു കുട്ടി ഹൈക്കിന് പോയതിൻ്റെ ഒരു വീഡിയോ ഇടാം. അതായിരുന്നു ഞങ്ങളുടെ സെക്കൻഡ് ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത്. നമ്മളിവിടെ ഏകദേശം എനിക്ക് തോന്നുന്നു 4 hours ആയിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ നമ്മൾ ഓൾമോസ്റ്റ് 5 hours നമ്മളവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇത് 5 മണിക്കോ 6 മണിക്കോ എന്തോ ആണ് ക്ലോസിങ്. നമ്മൾ ക്ലോസ് ചെയ്യുന്ന കറക്റ്റ് ടൈമിങ്ങിലാണ് നമ്മൾ ഇറങ്ങുന്നത്. ഇനി ഇതിൻ്റെ അവസാനം ഞാൻ വീഡിയോയിൽ എൻ്റെ കിട്ടാതെ വന്നിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. നമുക്കവിടെ ചെറിയൊരു ഫിഷ് പോണ്ട് പോലെയുണ്ട്. അവിടെ ഒരുപാട് വലിയ വലിയ മീനുകളുണ്ട്. നമുക്ക് തൊട്ടടുത്ത് നിന്നത് കാണുകയും ചെയ്യാം. നമുക്ക് ഫിഷിൻ്റെ ഫുഡ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു ട്രീ ഹൗസായിരുന്നു. നല്ല ഹൈറ്റ് ഉണ്ട് അത് പൊക്കത്തേക്ക് കയറാനായിട്ട്. അതുകൊണ്ട് ആഡവും ഡൊമിനിക്കും കയറി, ഞാനും ഏബലും കയറിയില്ല. ഞാൻ ഏബൽ പകുതി വെച്ച് കയറി, പിന്നെ നിർത്തി. ഏബലിനെയും കൊണ്ട് ഡൊമിനിക്ക കയറുന്ന കാര്യം പറഞ്ഞു. പക്ഷേ ഏബൽ തന്നെ കയറാൻ വേണ്ടിയിട്ട് വാശി പിടിച്ച കാരണം അതത്ര സേഫായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ താഴേക്ക് കൊണ്ടുവന്നു. കാരണം ഓൾറെഡി അവിടെ ഇൻസ്ട്രക്ഷൻസിൽ അല്ലെങ്കിൽ അതിൻ്റെ താഴെ ബോർഡിൽ എഴുതിയിട്ടുണ്ട്, നടക്കാവുന്ന കുട്ടികൾ മാത്രം, അതായത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നടക്കാൻ പറ്റുന്ന കുട്ടികൾക്ക് മാത്രമേ അലൗ ചെയ്യുള്ളൂ, അത് അങ്ങനെയുള്ളവരെ മാത്രമേ കയറാവൂ എന്നവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് അങ്ങനെ നോക്കാൻ സെക്യൂരിറ്റിയോ അങ്ങനെയൊന്നുമില്ല. ബട്ട് നമ്മൾ നമ്മുടെ ഒരു ഓൺ റിസ്കിനകത്ത് പോവുക എന്നുള്ളതാണ് മെയിൻലി ഏബിൾ നടക്കുന്നതാണ്. പക്ഷേ എന്നാലും അവൻ്റെ ഏജ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് വാക്കിംഗ് എന്ന് പറയാമെങ്കിലും അത്രയും സേഫ് ഒരു സ്റ്റേജ് അല്ല എന്ന് ഞങ്ങൾക്ക് തോന്നിയതുകൊണ്ട് ഞങ്ങൾ പൊക്കത്തോട്ട് ഏബലിനെ കയറ്റിയില്ല. എനിക്ക് പിന്നെ പേടിയുള്ളതുകൊണ്ട് ഞാനും കയറിയില്ല. ഞാൻ പകുതി വെച്ച് കയറി തിരിച്ചു പോന്നു. അത് കഴിഞ്ഞ് പിന്നെ ആഡം ഡൊമിനിക്കും പൊക്കത്ത് വരെ എത്തി തിരിച്ച് വന്ന് താഴെ വന്നിട്ട് ഞാനും ആദവും കൂടി രണ്ടാമത് കയറി. അതാകുമ്പോൾ പിന്നെ എനിക്ക് പ്രശ്നമില്ല. ഏബലിനെ അങ്ങനെ കെയർ ചെയ്യുന്ന പോലെ ആദത്തിനെ നോക്കേണ്ട, ആദം തന്നെ കയറും, ആദത്തിന് പ്രശ്നമില്ല. അതുകൊണ്ട് ഞാൻ കയറി. കാരണം എനിക്ക് അതിൻ്റെ പൊക്കത്ത് എന്തായാലും കയറണം. ആ ഒരു ഇതൊന്ന് എന്താ പറയുന്നത്, ഒരു വ്യൂ കാണണം. അല്ലെങ്കിൽ അത് ആ ഒരു പേടി ഉണ്ടെങ്കിലും ഒന്നത് കയറി ഒരു എക്സ്പീരിയൻസ് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ കയറി. പക്ഷെ നല്ല ഹൈറ്റാണ്. സ്പെഷ്യലി അതിൻ്റെ ആ സ്റ്റെപ്സ് എന്ന് പറയുന്നത് നമുക്ക് താഴേക്ക് അതിൻ്റെ ആ ഹൈറ്റ് ശരിക്കും ഫീൽ ചെയ്യും, അതിൻ്റെ ആ ഗ്യാപ്പുകളിൽ കൂടെ. അത് കാണുമ്പോഴാണ് എൻ്റെ പേടി കൂടുന്നത്. എനിവേസ് സംഭവം ഞാൻ കയറി പൊക്കത്തെത്തി. ഞങ്ങൾ ലാസ്റ്റ് എക്സിറ്റ് അടിക്കുന്ന ആ ഒരു വ്യൂ ആണ് ഇതെന്ന് പറയുന്നത്. ശരിക്കും അതിൻ്റെ ഉള്ളിൽ കുറേ നോയ്സസും ഇതൊക്കെയും അവർ ഭയങ്കര ഒരു ഫീല് കിട്ടുന്ന രീതിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഭയങ്കര രസമായിരുന്നു അതിൻ്റെ ഉള്ളിൽ കൂടെ വരാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് എക്സിറ്റ് എന്ന് പറയുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ ഇറങ്ങുന്നത് നമ്മുടെ പാർക്കിങ്ങിലേക്കാണ്. അപ്പോൾ ഇതുവരെ പോവാത്തവരാണെങ്കിൽ മസ്റ്റ് വിസിറ്റാണ്. സ്പെഷ്യലി വിത്ത് കിഡ്സ് അവർ ഏറ്റവും എൻജോയ് ചെയ്യുന്ന ഒരു മൊമെൻ്റ് ആയിരിക്കും, ഏറ്റവും എൻജോയ് ചെയ്യുന്ന ഒരു സ്ഥലമായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ ഞങ്ങളുടെ വിശേഷങ്ങൾ. അടുത്ത വിശേഷങ്ങളുമായിട്ട് വരുന്നവരെ, അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.